ഹായ് ഗൈസ്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കുറെ ആൾക്കാരെ കമന്റ് ഉണ്ട്. ഒരു പോലീസ് കേസ് ആക്കിയോണ്ട് ഞാൻ പേടിച്ചിട്ട് വീഡിയോ ഒഴിവാക്കിയാണ്. അതുപോലെ തന്നെ എനിക്ക് പൈസ എന്നിട്ട് സെറ്റിൽമെന്റ് ചെയ്തുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്താന്നൊക്കെ നിങ്ങൾ കുറെ ആൾക്കാരെ കമന്റ് ഞാൻ ഇതിൽ കണ്ടു. ഇതിന്റെ സത്യാവസ്ഥ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ഇന്നലെ കേസ് ആയിക്കോണം, സംഭവം നല്ല കേസ് ആയിക്കോണം. ഞാൻ ഇന്നലെ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിലും പോയിരുന്നു. ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ വരെ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകാന്നുള്ള രീതിയിലാണ് പോയത്. ഞാൻ അതിന്റെ ഓണർമാരെ അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോ കണ്ടപ്പോൾ പോലും ഞാൻ ടൈറ്റ് ആയിട്ട് തന്നെ നിന്നിന്. എനിക്കൊരു കാരണം എന്താ വെച്ചാൽ എന്റെ മൈൻഡിൽ അപ്പോഴും എനിക്ക് അവിടെ മോശം അനുഭവം ഉണ്ടായിക്കണ്. സംഭവം ഇത് സ്റ്റാഫിന്റെ ഇടയിൽ പറ്റിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും മിസ്കമ്മ്യൂണിക്കേഷന്റെയും ഭാഗമായിട്ട് സംഭവിച്ചു പോയതാണ്. ഈ സ്റ്റാഫും ഓന്റെ രീതിയിൽ നല്ലപോലെ ചെയ്തിരിക്കണ്, പക്ഷെ ഇന്റെ രീതിയിൽ ഞാൻ നല്ലപോലെ തന്നെ ചെയ്തിരിക്കണ്. രണ്ടാളെ ഇടയിൽ പറ്റിയൊരു ചെറിയൊരു സംഭവമാണ്. മനുഷ്യന്മാരല്ലേ, തെറ്റി പൊറ്റുപോകും. ഓൻക്കായാലും എനിക്കായാലും രണ്ടാളെ പേരിലും തെറ്റുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ എന്താ വെച്ചാൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഒരാളും നമ്മളോട് നല്ല അടിപൊളിയായിട്ടോ പെരുമാറിയത്. അവിടെ ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ പോലും നമ്മളോട് മാന്യമായിട്ട് അത്രയും പാവങ്ങളാണ്. പാവങ്ങൾ മീൻസ് അങ്ങനെ പാവങ്ങൾ എന്നല്ല പറയുന്നത്. എന്താ വെച്ചാൽ നല്ലൊരു സ്വഭാവമാണ് ആൾക്കാർക്ക്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ചില ആൾക്കാരുണ്ട് നമ്മളെ സ്നേഹം കൊണ്ടാണ് കീഴടക്കും. നമ്മൾ അത്രയും ഓർക്ക് ചെയ്തിട്ടും ഓര് നമ്മളോട് അത്രയും അടിപൊളിയായിട്ടാണ് നിന്ന്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇടങ്ങേറും ഫീലും സംഭവിക്കുമല്ലോ. അപ്പൊ ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ നുണ പറയാലോ കേട്ടോ, പഠിച്ചവനാണ്. ഞാൻ കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ കരുതി. ഞാൻ വക്കീലിനെ ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഒക്കെ റെഡിയാക്കി. ഞാൻ എന്റെ ഫോൺ പോലും മാറ്റിയിട്ട് വേറെ ഫോണൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോ എന്തെന്നായാലും പ്രശ്നമില്ല എന്നൊരു രീതിയിലാണ് പോയത്. കാരണം അത് അതിനെ മാത്രം കേസൊന്നും വരില്ല. ഇവിടെ എത്രയോ ആൾക്കാർ അയക്കും വലിയ കുറ്റങ്ങൾ ചെയ്തിട്ട് നടക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്തിട്ടുള്ളൂ, ഞാൻ മൂപ്പരെ പെർമിഷൻ ഇല്ലാതെ മൂപ്പരെ വീഡിയോ എടുത്തിട്ടു, അത്രേ ചെയ്തിട്ടുള്ളൂ. അല്ല ആളെ മോശപ്പെട്ടി പറഞ്ഞിട്ടൊന്നുമില്ല. അതിനെ മാത്രം കേസൊന്നും ഇതാവില്ല. ഇനിയിപ്പോ കേസായി കഴിഞ്ഞാലും ഞാൻ അങ്ങനെ വലിമത്തരം അങ്ങനെ പറയല്ല. ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ഇതുവരെയാണ്. കാരണം അല്ലെങ്കിൽ ആൾക്കാർ എന്നെ പറ്റിയിട്ട് അങ്ങനെ വിചാരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് പോലീസിനൊക്കെ നല്ല പേടി തന്നെ. പഠിച്ചവനാണ് നല്ല പേടിയാ. പോലീസിനൊക്കെ നല്ല പേടിയാണ്. ഞാൻ മറക്കും ചെയ്യും. പണ്ടൊക്കെ പോലീസിനെ കണ്ട് നല്ല മറച്ചിക്കണം. ഇപ്പോഴും പേടി തന്നെയാണ്. അതില്ലാന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇത് ഇന്നലെ ഞാൻ പേടിച്ചിട്ടില്ല. പഠിച്ചവനാണ് പേടിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിനെ മാത്രം ഞാൻ തെറ്റും ചെയ്തില്ല. പിന്നെ ഞാൻ വക്കീൽ ഉദ്ബലൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴും ഓലൊക്കെ പറഞ്ഞത് കേസായിട്ട് മുന്നോട്ട് പോകും, അതിനെ മാത്രം കേസില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ അടുത്ത ഓപ്ഷനിലെ വിളികളും എന്റെ ചങ്ങായിമാരൊക്കെ വിളിച്ചിട്ട് ഓലൊക്കെ സെറ്റാക്കി വെക്കുന്നു. എന്നിട്ടും ഞാൻ ഇത് ഒഴിവാക്കിയപ്പോൾ ഓൽക്കും ഭയങ്കര വിഷമമായി. എന്നോട് കുറെ ആൾക്കാർ കുറെ ഇടങ്ങാറായിട്ട് ഞാൻ അത് കേസ് ഒഴിവാക്കിയപ്പോൾ ഓൽക്കും ഒരു മാനസികമായിട്ട് നമ്മളോടൊരു ദേഷ്യം വരുമല്ലോ, അതുണ്ട് സംഭവം. പക്ഷെ ഇതെന്താണെന്നറിയോ, കേസിന്റെയും വാശിന്റെയും ഒന്നുമല്ല. ഇതൊക്കെ ഓരോരുത്തരും ഒരു ജീവിത പ്രശ്നമാണ്, ഓരോരുത്തർ അന്നത്തിന്റെ പ്രശ്നം. അപ്പൊ നമ്മൾ കാരണം അത് ഒരാൾക്കൊരു ഇടങ്ങാറാവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ്. പോരാത്തതിന് ഓല് എന്ന് പറഞ്ഞാൽ അത്രക്കും അടിപൊളി വ്യക്തികളാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും ചെയ്തിട്ട് പോലും നമ്മളോട് അടിപൊളിയായിട്ടാണ് നിന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ഒഴിവാക്കിയത് ഞാൻ ഇങ്ങനെ ഒരു മാപ്പ് വീഡിയോ ചെയ്തതുമാണ്. അപ്പൊ ഒരു നമ്മളോട് അത്രേ ആവശ്യപ്പെട്ടുള്ളൂ. ഈ സംഭവം ഒന്ന് ഇതിൽ വന്ന് പറയാം, അത്രേ ആവശ്യപ്പെട്ടുള്ളൂ. ഒരു മാന്യമായിട്ട് തന്നെയാണ് നമ്മളോട് പെരുമാറി, പോലീസുകാരായാലും. കാരണം എന്താ ഇത് അതിനെ മാത്രം കേസില്ല. പക്ഷെ എന്താ വെച്ചാൽ ഓർക്ക് വന്ന മാനക്കേടും ഇതും ഞാൻ മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടി ഇന്നേ വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരാളെ വേദനിപ്പിക്കൂല. ഇത് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതുമല്ല. ഇതെന്താ സംഭവിച്ചാൽ നമ്മൾ രണ്ടാളെയും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു ഇതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോയതാണ്. ഞാൻ ഓരോട് മാപ്പും പറഞ്ഞു. ഞാൻ കയറി ചെല്ലുമ്പോൾ പോലും ഞാൻ ഓരോ മുഖത്ത് പോലും നോക്കിയില്ല. കാരണം എന്താ അപ്പോഴും വരെ എന്റെ മൈൻഡിൽ എന്താ എന്നോട് കുറ്റം ചെയ്തു, എന്നോട് ഒരുമാതിരി ചെയ്തു, അതാണ്. പക്ഷെ എന്താ വെച്ചാൽ ഓരോട് സംസാരിച്ചപ്പോഴാണ് നമുക്ക് അതിന്റെ സത്യാവസ്ഥകളും കാര്യങ്ങളും മനസ്സിലാവണം. ഓരെടുത്ത രീതി നമ്മളെടുത്ത രീതിയും വേറെയാണ്. അപ്പൊ ഓർക്ക് ഞാൻ കാരണം അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഓരോ അന്നത്തിന്റെ പ്രശ്നം. നമ്മൾ അങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മൾ വാശിന്റെ പേരിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ അവിടെ എത്തൂല. നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാവില്ല, ഒരു ശാന്തി ഉണ്ടാവില്ല. കേസൊക്കെ നമ്മൾ ചിലപ്പോൾ ഒതുക്കുണ്ടാവും. എന്തെങ്കിലും ഇതൊക്കെ ആക്കി കഴിഞ്ഞാൽ അങ്ങനെ പറയല്ല. ഞാൻ സത്യം പറയാലോ, ഞാൻ ആ വീട് ഇനി അത് പറയണില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നവും. അപ്പൊ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇതാണ് സംഭവം. അല്ല ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ഇത് അതിനെ മാത്രം തെറ്റൊന്നുമില്ല. ഞാൻ കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു. പേടി ഉണ്ടായിരുന്നില്ല ഇന്നലെ. പക്ഷെ എന്താ വെച്ചാല് നമ്മൾ ഓരോട് വർത്താനം പറഞ്ഞ നിങ്ങളായാലും ആ വീഡിയോ ഒഴിവാക്കി നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്ത് കൊടുക്കും. അത് സംഭവം പോലെ അത്ര അടിപൊളി വ്യക്തികളാണ്. പിന്നെ കേക്കിന്റെ ഷോപ്പായാലും ഞാൻ ഇപ്പൊ അതിൽ വീഡിയോയിൽ കമന്റിൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓലെ അത്ര നല്ല അടിപൊളി സർവീസോ അടിപൊളി കേക്കുമാണ്. നിങ്ങളെ കമന്റ് ബോക്സിൽ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾ നോക്കിക്കോളി. ഇതൊക്കെയാണ്. ഇതിൽ ഇനി നിങ്ങൾക്ക് തെറി വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. എന്റെ അടുത്ത് നിന്ന് പറ്റിയ തെറ്റുണ്ടായി പോയി. അതിനാണ് ഇതിൽ വന്ന് മാപ്പ് പറയുകയും ചെയ്തു. തെറ്റ് പറ്റിപ്പോകും, മനുഷ്യന്മാരാണ്, തെറ്റ് പറ്റിപ്പോകും. അത് തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, തെറ്റിദ്ധാരണ എന്നേ പറയുള്ളൂ. ഞാൻ തെറ്റായിട്ട് പഠിച്ചവനാണ്. ഞാൻ ഒരാളെ അന്നം മുട്ടിക്കാനോ അല്ലെങ്കിൽ ഒരാളെ വേദനിപ്പിക്കാനോ ഞാൻ അന്നേ വരെ നോക്കിയിട്ടില്ല. ഞാൻ അന്നേ വരെ ചെയ്യൂല. കാരണം എന്താ വെച്ചാൽ നമ്മളിതൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ജീവിച്ചു പോണത്. അപ്പൊ നമ്മൾ ഒരാളെ വെറുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അത് എനിക്ക് അറിയണ ഒരു വ്യക്തിയും കൂടിയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇതേപോലെ ഉണ്ടായി. ഞാൻ അത് കാണിച്ചു. ഇതിന്റെ ഒരു
മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു പ്രശ്നമായിട്ട് സംഭവിച്ചു പോയതാണ്. അപ്പൊ ഇതാണ് സംഭവം. ഇനി കുറെ ആൾക്കാർ പിന്നെ വേറെ കുറെ തീട്ടങ്ങളുണ്ട് ഇതിൽ. കുറെ എന്താ, ഞാൻ ഡ്രൈവിംഗ് സീറ്റിലൊന്നല്ല ഇരുന്ന്, അപ്പുറത്തായിരുന്നു ഇത്. എന്നിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തതിന് കേസൊന്നും ഇല്ല പറഞ്ഞിട്ട് അനക്കൊക്കെ ഇതിൽ ഞാൻ പറയണില്ല. അനക്കൊക്കെ ഇല്ല, ഞാൻ വേറെ ചാനൽ ഉണ്ടാക്കിയിട്ട് അതിൽ പറയണ്ട കേട്ടോ. ഇതിൽ എന്താ വെച്ചാൽ കുറച്ച് മാന്യന്മാരുള്ളതാണ്, അനക്കൊന്നും ഇതിൽ പറ്റില്ല. അതൊക്കെ ഞാൻ വേറെ തരണ്ട്. ഓക്കെ, ശരി, അസ്സലാമലൈക്കും. ഇത് ഞാൻ വീണ്ടും ഒന്നുകൂടി, എനിക്ക് എന്താണെന്ന് അറിയോ, ഞാൻ ഇന്നലെ കേസ് ഓരെ കണ്ടിട്ട് ഇറങ്ങി പോന്നിട്ട് എനിക്കൊരു മനസമാധാനം കിട്ടുന്നില്ല. എനിക്കൊരു എന്താണെന്ന് അറിയാം, അതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല, അതുവരെ എനിക്ക് ഓരോട് ദേഷ്യമായിരുന്നു. പക്ഷെ ഓരെ കണ്ട് സംസാരിച്ചപ്പോൾ സത്യം പറയാലോ എനിക്ക് തന്നെ ഒരു ഇറങ്ങാറ്. കാരണം ഞാനിത് വാണം വെച്ച് ചെയ്തല്ല, എനിക്ക് തന്നെ ഒരു ഇറങ്ങാം. ഞാൻ എന്നിട്ട് ഓരോട് എത്ര സോറി പറഞ്ഞിട്ട് എനിക്ക് മതിയാവണില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്നലെ. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി പറയാണ്. എന്തൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ 2 വ്യക്തികളായിട്ട് ഒന്ന് സംസാരിച്ച് നോക്കുക, എന്നിട്ട് മാത്രം എന്തെങ്കിലും ചെയ്യുക. ഇതിപ്പോ എനിക്ക് ഇടങ്ങാറ, ഞാൻ പറഞ്ഞില്ലേ, അതാണ് സംഭവം. അല്ലാതെ പേടിച്ചിട്ടൊന്നല്ല മുത്തേ. കാരണം എന്താണെന്ന് അറിയാം, ഇതൊക്കെ അയക്കും വലിയ കേസുകൾ ചെയ്തിട്ട് ഇവിടെ ആൾക്കാർ നടക്കുന്നുണ്ട്. അതിനാ മാത്രം ഇത് വലിയ പ്രശ്നം ഉണ്ടായിട്ടൊന്നും ഉള്ള കാര്യമൊന്നുമില്ല. ഏറിപ്പോ എന്റെ അക്കൗണ്ട് ഒന്ന് അടിച്ചു പോകും. അത് ഞാൻ ഒരിക്കലും ഇത് പൈസ കൊടുത്ത് വാങ്ങിയ അക്കൗണ്ട് ഒന്നല്ല, ഞാനായിട്ട് അധ്വാനിച്ച് ഞാൻ എന്റെ പൈസ ഉണ്ട് ഇന്നെ ഇഷ്ടപ്പെട്ടിട്ട് വന്ന ആൾക്കാരെ ഉള്ളൂ. ഇതിൽ സൂപ്പർ വാവക്കാണ് വാല്യൂ, അല്ലാതെ ഈ പേജിനല്ല. മനസ്സിലായോ? അപ്പൊ ഓക്കെ, എത്ര ഉള്ളു പറയാനുള്ളത്.